നമസ്കാരം. ന്യൂജൻ ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക തലമുറയുടെ ക്രിസ്തു വിചാരങ്ങൾ. DJ നൈറ്റ്സ് ഇല്ലാതെ ഇന്ന് എന്ത് പരിപാടിയും സമാപിക്കാൻ പറ്റില്ല. കാരണം ഒരു ഫെസ്റ്റ് ആകട്ടെ, ഒരു ആനുവൽ ഡേ ആകട്ടെ, DJ നൈറ്റ് ഇല്ലെങ്കിൽ അതിനൊരു കളറില്ല. ഇനിയിപ്പോൾ ഒരു അല്പം സ്റ്റഫ് എടുത്തിട്ടോ ആൽക്കഹോൾ എടുത്തിട്ടോ ഒക്കെയാണ് നൃത്ത ചുവടുകൾ വെക്കാൻ പോകുന്നതെങ്കിൽ കളറോട് കളർ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണൊക്കെ കുഴിഞ്ഞ ശരീരമൊക്കെ ആകപ്പാടെ ക്ഷീണിച്ച് കുറ്റബോധമൊക്കെ തോന്നി മുരഞ്ഞിരിക്കുമെങ്കിലും തലേദിവസം എടുത്ത ആ വീഡിയോസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രീക്ക് ഇമേജ് ഒക്കെ കിട്ടും. അതൊരു കളറാണ്. അത് എൻജോയ് ചെയ്തതും കൊള്ളാം, നന്നായിരിക്കുന്നു. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ ബൈബിൾ ഭാഗത്തെ വായിച്ചെടുക്കാൻ. മാർക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 28-34. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടിയൊക്കെ സ്നേഹിക്കുക എന്ന് പറയുന്നു. തന്നെ പോലെ തന്നെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. 10 കൽപ്പനകളെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. സംഗതി റിസ്ക്കാണ് മച്ചാനെ. എടുത്താൽ പണി പാടും. 2 ദിവസം പള്ളിയിൽ അടുപ്പിച്ച് പോയാൽ തന്നെ ദാ മുന്നിളച്ചൻ അവനെ രൂപക്കുട്ടി പിടിച്ചിരുത്തെന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്കുള്ളത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രിപ്പിംഗ് ഇമേജൊക്കെ ആകെപ്പാടെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ശ്രമിക്കുന്നതൊക്കെ പാടാണ്. പക്ഷെ ഞാൻ പറയുന്നു ചങ്ങാതി, പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സൂപ്പർ സ്റ്റൈലൻ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: We want saints of the 21st century. 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ഗിറ്റാർ ഉപയോഗിക്കുന്ന, ചുറ്റിക്കറങ്ങുന്ന, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, 21ാം നൂറ്റാണ്ടിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയും എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പുതിയ കാലത്തിന്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുക. കേട്ടപ്പോ സംഗതി കൂൾ എല്ലാവരും പറഞ്ഞു, സംഗതി കൊള്ളാം, ഗുമ്മുണ്ട്. പക്ഷെ പ്രാക്ടിക്കലാക്കാൻ ഇത്തിരി പാടാന്നും ആളുകൾ പറഞ്ഞു. പക്ഷെ ചങ്ങാതി, ഇത് പ്രാക്ടിക്കലാണ്. ലണ്ടൻകാരനായ 15 വയസ്സുകാരൻ ഒരു യുവാവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ അൽത്താരയിലേക്ക് കയറുകയാണ് വിശുദ്ധ പദവിയോടുകൂടി. 11ാമത്തെ വയസ്സ് മുതൽ ലണ്ടൻകാരനായ കാർലോ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റിൽ ഒരു സൈറ്റ് തുടങ്ങി അവൈലബിൾ ആക്കി. ഏതാണ് 136ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അവൻ സൈറ്റിൽ അവൈലബിൾ ആക്കി. ഒത്തിരി പേരെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്താൻ അവന്റെ ഈ പ്രവൃത്തി കാരണമായി. അങ്ങനെ അവൻ ഒരു വിശുദ്ധനായി തീർന്നു. ഏതാണ്ട് 15ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ മരിക്കുമ്പോഴും അവൻ ദിവ്യകാരുണ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം സഹിച്ച് സമർപ്പിച്ചു. ഈ ചങ്ങാതി നമുക്കൊരു ചലഞ്ചാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അൽത്താരയിലേക്ക് ജീൻസും ടീഷർട്ടും ഒക്കെ ധരിച്ച ഈ വിശുദ്ധൻ കയറിയിരിക്കുമ്പോൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിഷമിക്കേണ്ടടോ, പീസ് ബ്രോ പീസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ അൽത്താരയിൽ എത്തുമ്പോൾ എന്നോടും നിന്നോടും ഇതേ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്: ആർ യു റെഡി ടു ബിക്കം എ സെയിന്റ് ഓഫ് ദ 21st century? 21ാം നൂറ്റാണ്ടിന്റെ ഒരു വിശുദ്ധനാകാൻ നീ തയ്യാറാണ്? ഒന്നും നഷ്ടപ്പെടുത്തുന്ന ചങ്ങാതി. ഈ നൂറ്റാണ്ടിന്റെ സാധ്യതകളിൽ മുഴുവൻ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി. ഡിസ്കോ ജോക്കി ആകുന്നതിൽ നല്ലതല്ലേ ചങ്ങാതി ഒരു ഡിവൈൻ ജോക്കി ആകുന്നത്? ക്രിസ്തുവിന് വേണ്ടി ഒരു കോമാളിയാകുക. നിന്റെ രാത്രികൾ ഡിവൈൻ നൈറ്റ്സ് ആയി മാറട്ടെ. സോ ഐ എം സൈനിങ് ഓഫ്. RJ ഫാദർ. പീസ് ബ്രോ, പീസ്.